ആലപ്പുഴയിലെ CPIM നേതാവ് ബിപിൻ സി ബാബു BJPയിൽ അംഗത്വം സ്വീകരിക്കുകയാണ്. സംഘടനാ പർവം യോഗത്തിൽ എത്തി. അദ്ദേഹം BJP അംഗത്വം സ്വീകരിച്ചു. ശ്രീ തരുൺ ചുക്ലിയുടെ മാർഗനിർദ്ദേശം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വലിയൊരു ഒഴുക്ക് തന്നെ എല്ലാ മേഖലകളിലും പുതിയ ആൾക്കാരുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിപുലീകരിക്കുന്നതിന്റെ തിരക്കിൽ കൂടിയാണ് നമ്മളെല്ലാവരും. സംസ്ഥാനത്ത് LDFും UDFും വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഇക്കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ LDFനും UDFനും നമ്മുടെ മാധ്യമങ്ങളും നിരീക്ഷകരും കൽപ്പിച്ച് നൽകിയതുപോലുള്ള ഒരു വിജയം ഉണ്ടായിട്ടില്ല. ചേലക്കരയിൽ ജയിക്കാനായെങ്കിലും LDFന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ വലിയ വിള്ളലാണ് ചേലക്കരയിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതീക്ഷയുമായിട്ടാണ് ശ്രീമതി രമ്യ ഹരിദാസിനെ UDF അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷവും സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. പക്ഷെ കോൺഗ്രസിന്റെ പ്രകടനം അതിദയനീയമായിരുന്നു. പക്ഷെ കോൺഗ്രസിന് വേണ്ടി സ്ഥിരമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ ആരും തന്നെ ആലപ്പുഴയിലെ CPIM നേതാവ് ബിപിൻ സി ബാബു BJP അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, എന്തായാലും BJPയിലേക്ക് എത്തുന്നു. കൂടുതൽ നേതാക്കൾ ഇനി അടുത്ത ദിവസങ്ങളിൽ BJPയിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. തീർച്ചയായിട്ടും രുചീഷ്, അത്തരത്തിലാണ് ഇപ്പോൾ ഈ ബിപിൻ സി ബാബുവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് K സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. അദ്ദേഹം പറയുന്നത് ചില മാലിന്യങ്ങൾ പോകുമ്പോൾ നല്ല ചിലർ BJPയിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട്, അതായത് ബിപിൻ സി ബാബുവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് K സുരേന്ദ്രൻ ഇപ്പോൾ വ്യക്തമാക്കിയത്. ബിപിൻ സി ബാബു അല്പസമയം മുൻപ് ഈ BJP പർവം എന്ന യോഗത്തിൽ, സംഘടനാ പർവം എന്ന യോഗത്തിൽ BJPയുടെ അംഗത്വം സ്വീകരിച്ചു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ചുക്കിൽ നിന്നാണ് അദ്ദേഹം അംഗത്വം സ്വീകരിച്ചത്. രാവിലെ ഈ സംഘടനാ പർവത്തിന് രാവിലെ തന്നെ അദ്ദേഹം എത്തിയിരുന്നു. അതിനുശേഷം അല്പസമയം മുൻപാണ് യോഗ നടപടികൾ ആരംഭിച്ചത്. ഈ യോഗ നടപടികൾ ആരംഭിച്ചപ്പോൾ ആദ്യം തന്നെ ബിപിൻ സി ബാബുവിനെ ക്ഷണിക്കുകയും അദ്ദേഹം ഈ ദേശീയ ജനറൽ സെക്രട്ടറിയിൽ നിന്നും അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ആലപ്പുഴയിലെ CPIMന്റെ പ്രമുഖനായ നേതാവാണ്. നേരത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെ നേരത്തെ ഭാര്യ നൽകിയ ഒരു പരാതിയിൽ, പാർട്ടി അംഗം കൂടിയായ ഭാര്യ നൽകിയ പരാതിയിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. 6 മാസത്തേക്കായിരുന്നു സസ്പെൻഷൻ. ഈ ഗാർഹിക പീഡന പരാതിയിലായിരുന്നു അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തത്. അതും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പാർട്ടി നടപടിയെടുത്തത്. അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തെങ്കിലും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു. ഇത് അദ്ദേഹത്തിന് വലിയ ക്ഷീണമുണ്ടാക്കി. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു തൊഴിലാളി നേതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയിരുന്നത്, പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നടത്തി സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ കത്ത് നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒക്കെ അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നൊക്കെയാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. എന്തായാലും പാർട്ടിയുമായി കുറച്ചു നാളായി അദ്ദേഹം നല്ല രീതിയിലായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ BJP അംഗത്വം സ്വീകരിച്ച് BJPയിലേക്ക് ബിപിൻ സി ബാബു എത്തിയിരിക്കുന്നത്. രുചീഷ്, ചില മാലിന്യങ്ങൾ പുറത്തു പോകുമ്പോൾ മറ്റു ചിലർ വരും എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകളെ ഉദ്ദേശിച്ചാകും അല്ലേ? സന്ദീപ് വാര്യരുടെ ഈ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. അതായത് BJPയുടെ ചാനൽ ചർച്ചകളിലൊക്കെ മുഖമായിരുന്ന സന്ദീപ് വാര്യർ പോയത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഒരു നാണക്കേട് തന്നെ ഉണ്ടാക്കി. അതും പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് എന്നത് പാർട്ടി ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സന്ദീപ് വാര്യരെ തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചില മാലിന്യങ്ങൾ പോകുമ്പോൾ നല്ല ചില ആൾക്കാർ പാർട്ടിയിലേക്ക് വരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. മാത്രമല്ല, വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പാർട്ടി പ്രധാനമായും ബൂത്ത് തലം മുതൽ ഇപ്പോൾ ഉള്ള സംഘടനാ വിപുലീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്, സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിൽ പാർട്ടിയെ വിപുലീകരിക്കാനുള്ള ഒരു നിർദ്ദേശം ദേശീയ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക്ക് തന്നെ എത്തി ഇപ്പോൾ സംഘടനാ പർവം യോഗത്തിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം വരുന്ന മാസങ്ങളിൽ വീണ്ടും കേരളത്തിൽ സന്ദർശിക്കുകയും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ,
സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുകയും ഒക്കെ ചെയ്യും. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ BJP-യിലേക്ക് വരുമെന്ന് കൂടി സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിക്കുന്നു. എന്തായാലും ഇപ്പോൾ ബിപിൻ സി ബാബു BJP-യുടെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. സംഘടനാ പർവം ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. രുചിഷ്. ചന്തു, അതോടൊപ്പം ആലപ്പുഴയിലാകട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതുകൂടി ലക്ഷ്യമിട്ടാകുമോ ആലപ്പുഴയിൽ കൂടുതൽ ആളുകളിലേക്ക്, പ്രത്യേകിച്ച് CPM നേതാക്കളിലേക്ക് ലക്ഷ്യം വെച്ചുള്ള BJP-യുടെ നീക്കം? തീർച്ചയായും BJP പ്രധാനമായും വിലയിരുത്തുന്നത് അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് വോട്ട് ശതമാനം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു വിലയിരുത്തലിലേക്ക് പാർട്ടി ഇപ്പോൾ കടക്കുന്നു. കൂടുതൽ ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന വിഭാഗീയതയും അല്ലെങ്കിൽ ഗ്രൂപ്പ് തർക്കങ്ങളും അത് മാറ്റി നിർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പാർട്ടിയെ സജീവമാക്കി കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അധികാരം പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി പാർട്ടി മുന്നിൽ വയ്ക്കുന്നു. അതുകൊണ്ടാണ് ഈ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രുചിഷു സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രന്റെ ഒരു മുന്നേറ്റം അത് BJP കൃത്യമായി മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. കാരണം CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ BJP-ക്ക് വോട്ട് വർദ്ധിക്കുന്നു എന്ന സാഹചര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നേതാക്കളെ, ആലപ്പുഴയിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും കൂടുതൽ നേതാക്കളെ BJP-യിലേക്ക് കൊണ്ടുവരികയും BJP-യുടെ സംഘടനാ ബലം കൂടുതൽ ശക്തിപ്പെടുത്തുകയുമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ചുക്കാൻ പിടിക്കാൻ തന്നെയാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ യോഗം വിളിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും ഇന്നത്തെ യോഗത്തിലും നടക്കുക. ശരി ചന്ദ്.